ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് മത്തനും മമ്പയറും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു എരിശ്ശേരിയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കാൻ, അല്ല കഴിക്കാൻ. ഉണ്ടാക്കാനും വളരെ സിമ്പിൾ തന്നെയാണ്. നമ്മളിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും, കാണുമ്പോൾ വിചാരിക്കും നല്ല പണിയാണിത് ഉണ്ടാക്കാനെന്ന്. പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ ഇതിന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഞാനൊരു 9:30 ടൈമിനാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പയർ ഇതാ കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ചാൽ മതി, അപ്പോൾ പയർ വെന്ത് കിട്ടും. പിന്നെ ഇതാ മത്തനി ഞാൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു പൊളി മത്തനായിട്ട് ഞാൻ എടുക്കണുള്ളൂ, അതുള്ള ആവശ്യം. അതൊക്കെ പാടൊന്നും അതിന് ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു പൊളി എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എത്ര ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അത്ര മമ്പയർക്ക് ഈ ഒരു പൊളി മത്തനിട്ട് എടുക്കണുള്ളൂ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. പിന്നെ ഇതിക്ക് തേങ്ങ ചതച്ച് ചേർക്കണം. പിന്നെ നമ്മൾ തേങ്ങ ഇത് വറവിട്ടെടുക്കുമ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര ഇടങ്ങേറ് പിടിച്ച പണിയാണ് എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ അതാ ഞാനതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏത് ഷേപ്പിലും ആണെങ്കിലും കട്ട് ചെയ്യാം. മത്തനല്ലേ, ഒന്ന് ചൂട് തട്ടിയാൽ വേവുമല്ലോ. അപ്പോൾ കുക്കർ അവിടെ ഫിസിലടിച്ചപ്പോൾ ഞാനവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഫിസിലടിച്ചപ്പോൾ പിന്നെ ഞാനതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചേക്കാളും കൂടുതൽ വെന്തിക്കണം. ഇത്ര തന്നെ ഇങ്ങോട്ട് ഉടഞ്ഞു പോകുമൊന്നും വേണ്ട. പിന്നെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇതായാൽ മതി. പക്ഷേ കുഴപ്പമില്ല, വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ അതിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം അതിക്ക് കറക്റ്റായിരുന്നു വേവാൻ. ഇനി ഞാൻ ഈ മത്തനിട്ട് കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൽ ഓൾറെഡി ഞാനൊരു കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ മത്തനക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് അതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മത്തനൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായിട്ട് ചേർക്കണത്. ഇപ്പോൾ ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, നോർമൽ മുളക് പൊടി തന്നെ കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മത്തന് വലിയ വേവൊന്നും ഇല്ലാത്തല്ലേ. പിന്നെ ഇത് ഒരുപാട് വെള്ളമായി പോവാൻ പറ്റില്ല, നമ്മൾ കറിയല്ലല്ലോ. അപ്പോൾ ഞാനത് കുക്കർ മൂടി വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ചതക്കല്ല, ഒന്നിങ്ങോട്ട് അരഞ്ഞെടുക്കാം. നല്ല ഫൈനായിട്ട് അരയും വേണ്ട. പിന്നെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അതിന് ഞാൻ ഒരു മുറി തേങ്ങ കൂടെ ഉണ്ടായിരുന്നു, ചിരവി വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ആദ്യം ചിരവിയ പാത്രത്തിൽ തന്നെ തേങ്ങ ചിരവിയതാണ്. പിന്നെ ഞാൻ കുക്കർ അവിടെ മറ്റേ അടുപ്പത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിക്ക് വേണ്ട ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു, കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ. എന്നിട്ട് നമ്മളിവിടെ ചിരവി വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് അതിലിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കുക്കർ ഫിസിലടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഓഫാക്കിയിട്ട് അത് തുറന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. ഇനി ഞാൻ വറുക്കാനുള്ള തേങ്ങ അവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കട്ടെ. തീ കുറച്ച് വെക്കണം കേട്ടോ, കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല തേങ്ങയുടെ. അപ്പോൾ മത്തനൊക്കെ അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് അരപ്പും കൂടെ ഒഴിച്ച് കൊടുക്കട്ടെ. അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. മിക്സി തുടച്ച് നമ്മൾ കൈ കൊണ്ട് തുടച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ വെള്ളമായി പോവും, അപ്പോൾ കറിയായി പോവും. ഇത് കറിയല്ലല്ലോ, ഇത് പിന്നെ സദ്യയിലൊക്കെ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു കൂട്ടാനാണ് കേട്ടോ. മത്തനും വൻപയറും വെച്ചിട്ടുള്ള ഒരു എലിശ്ശേരി. അപ്പോൾ തേങ്ങയൊക്കെ ഒരു ബ്രൗൺ കളറായി ഏകദേശം വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ആവാണ്ട്. അപ്പോൾ മുഴുവനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തേങ്ങ വറുത്തെടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഇതിക്ക് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ആ മത്തൻ്റെ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനതൊക്കെ ഓഫാക്കി വെച്ചിരിക്കുന്നു. തേങ്ങയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് അടിപൊളിയായിട്ടൊരു ചെറിയ തീയിൽ 5 മിനിറ്റ് നേരം ഒന്ന് തിളച്ച് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ പാത്രത്തിൽ മത്തനൊക്കെ വെച്ച പാത്രത്തേക്ക് ഈ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ചെയ്യാം. ഞാനപ്പോൾ കുക്കറിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കും ചെയ്യാം. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ചോറുക്കല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാനിത് ഉച്ചക്ക് ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളൊന്ന് കിടന്നുറങ്ങി നീച്ചപ്പോൾ ഞങ്ങൾ തൊടിയിൽ പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് ചായ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും ഉമ്മയും കൂടെ കേട്ടോ പോണത്. അപ്പോൾ അങ്ങനെ ചായ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പണിക്കാർ കളച്ചിട്ട് പൂളക്കൊമ്പ് കുത്താൻ വേണ്ടിയിട്ട് അവരവിടെ കളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പോകാനുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ തെങ്ങിൻ്റെ ചോടൊക്കെ ഇങ്ങനെ തുരക്കണുണ്ട് കേട്ടോ. നിന്നിട്ട് ഒരാൾ നിന്നിട്ട് ഒരാളവിടെ പൂളക്കൊമ്പ് ശരിയാക്കണുണ്ട്. അപ്പോൾ ഇതാ ഇവരിതൊക്കെ കളച്ച് ശരിയാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ നോക്കി. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, കളച്ച് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പയാണ് പൂളക്കൊമ്പൊക്കെ മുറിച്ച് കൊടുക്കണത്. എന്നിട്ട് പിന്നെ അവരത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ അതുമ്മ കുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ അണ്ണന്മാരാണ്, അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നമ്മൾ ഒപ്പം നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം എന്താണെന്നുള്ളതൊക്കെ. ഇതാ വാഴയൊക്കെ വെട്ടി അതിൻ്റെ ചോടൊക്കെ ചെത്തിക്കൂട്ടി ശരിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ നിന്ന് വാഴക്കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട്, മൂത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പണിയെടുത്തൊക്കെ ശരിയാക്കണമെന്നൊക്കെ കുറച്ച് നേരം നിന്ന് നോക്കി. ചേനയൊക്കെ പറിക്കാണ്ടായിരുന്നു, അതൊക്കെ പറിച്ചപ്പോഴാണ് ഒരു മയിൽ അവൻ്റെ തൊടിയുടെ അടുത്തൊരു വീടുണ്ട് കേട്ടോ. ആ വീടിൻ്റെ മേലെ വന്നിരിക്കണത്. അപ്പോൾ മയിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കും. പിന്നെ അതവിടെ ആ ടെറസിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നിട്ട് പീലിയൊക്കെ വിടർത്തി നല്ലതുപോലെ കുറച്ച് നേരം പീലിയൊക്കെ വിടർത്തി നിന്നു കേട്ടോ. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാനും കുറേ കുണ്ടിലല്ലേ, നല്ല ഉയരമുണ്ട്, പിന്നെ കാണൂല മയിലാണ്ട് ഇറങ്ങി നിന്നത്. ഇപ്പോൾ ആ ടാങ്കിയുടെ മുകളിൽ കയറുന്നതുകൊണ്ടാണ് കാണുന്നത്. ഇവിടെ നല്ല മയിലിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. പഴക്കൊലയും എന്തുണ്ടെങ്കിലും അതൊക്കെ അവർ കൊത്തി തിന്നും വന്നിട്ട്. അപ്പോൾ അത് കുറേ നേരം അത് നോക്കി ഇങ്ങനെ നിന്നിട്ട്. നല്ല ഭംഗിയല്ലേ മയിലിനെ കാണാൻ, നമ്മൾ എത്ര കണ്ടാലും ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ. പിന്നെ അങ്ങനെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്ന് അവർ ചായയൊക്കെ കുടിച്ച് പിന്നെ ആ അണ്ണനെ അങ്ങനെ പണിയെടുക്കുകയാണ് കേട്ടോ. ആ പൂളക്കൊമ്പൊക്കെ കുത്തുകയാണ് അവർക്ക്, അതൊക്കെ കുത്താനൊക്കെ അറിയും. നമ്മുടെ നാട്ടിൽ വന്ന് അവരതൊക്കെ പഠിച്ചുണ്ടാക്കിക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.